വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ പെയർ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. അതിൻ്റെ നമ്മൾ 1ഉം 2ഉം പാർട്ട് ഇട്ടായിരുന്നു. നിങ്ങൾ കയറി കണ്ടായിരുന്നോ? അത് മനസ്സിലായെന്നുള്ളവർ മൂന്നാമത്തെ പാർട്ടാവും ഞങ്ങളെ. അത് നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം നോക്കണേ, പേജ് നമ്പർ 10 കേട്ടോ. പേജ് നമ്പർ 10 ഒന്നാമത്തെ ചോദ്യം നോക്കണേ. പ്രിയ ബോട്ട്, നിങ്ങളുടെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്തോണേ നിങ്ങളെ. ടെസ്റ്റിനകത്തിലെ തണ്ടേ കണ്ടോ, പേജ് നമ്പർ 10 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കോ. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? കേട്ടല്ലോ ക്വസ്റ്റ്യന്. അപ്പം നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ മലയാളം നോക്കിക്കേ. പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ്, ബാഗിൻ്റെ വില എന്താണ്? ഇവിടെ നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി എന്നാണ് പറയുന്നത്. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ് എന്ന് വെച്ചാൽ ചെരുപ്പ് വാങ്ങി. 1100 രൂപ കൊടുത്താണേ വാങ്ങിയത്. അപ്പം നമുക്ക് ചെരുപ്പിന് എത്ര അല്ലെങ്കിൽ ബാഗിന് എത്ര എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? രണ്ടിനും കൂടി എന്നാണ് പറയുന്നത് കേട്ടോ. രണ്ടിനും കൂടി 1100 രൂപയായെന്നാണ് പറയുന്നത്. പക്ഷേ ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. എന്താവും നിങ്ങളെ, ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും നോക്കണേ കുഞ്ഞുങ്ങളെ. ആദ്യമേ നമുക്ക് എന്തെഴുതാം? ചെരുപ്പിൻ്റെ വില. മലയാളംകാരൻ എന്തോ എഴുതണം? ചെരുപ്പിൻ്റെ വില. ചെരുപ്പിൻ്റെ വില. ഇംഗ്ലീഷുകാരപ്പം എന്തോ എഴുതും? ദ പ്രൈസ് ഓഫ്, പ്രൈസ് വില അല്ലേ. പ്രൈസ് ഓഫ് എന്തോത്തിൻ്റെയാ? ഷൂസ് അല്ലെങ്കിൽ എന്താ സ്ലിപ്പേഴ്സ് എന്താ കേട്ടോ. അങ്ങനെ എഴുതിയാലും മതി. ഷൂസ് സ്ലിപ്പേഴ്സ് എന്തെഴുതിയാലും മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ വില എത്ര കുഞ്ഞുങ്ങളെ? അതായത് ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണെന്നാണ്. അപ്പോൾ ചെരുപ്പിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. കാരണം എത്രയെന്ന് അറിയത്തില്ല. ഈ അറിയാൻ വയ്യാത്തനല്ലേ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നത്. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പിന് എക്സ് എന്ന് കൊടുക്കുക. ബാഗിനോ എങ്ങനെ കൊടുക്കും കുഞ്ഞുങ്ങളെ? ബാഗിൻ്റെ വില. ബാഗിൻ്റെ വില. ബാഗിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് ബാഗ്. ബാഗിൻ്റെ വില എന്താ? ചെരുപ്പിനേക്കാൾ, ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് 300 എന്ന് കൊടുക്കണം. എന്താ? ഈ ചെരുപ്പിനേക്കാൾ ബാഗിന് എന്താണ്? ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ എക്സ് പ്ലസ് 300 വന്നത്, ഇവിടെ എക്സ് വന്നതും. അവിടെയാണ് എല്ലാവർക്കും എവിടെയാണ് ഈ കൊടുക്കേണ്ടതെന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായോ? ചെരുപ്പിൻ്റെ വില എന്താവും നിങ്ങളെ? എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഇനി ആ ചെരുപ്പിൻ്റെ വിലയേക്കാൾ 300 രൂപ കൂടുതലാണ് ബാഗിൻ്റെ വില. ഇപ്പോൾ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇത് രണ്ടിനും കൂടി എത്ര രൂപയായെന്നാണ് കുഞ്ഞുങ്ങളെ പറയുന്നത്? 1100 രൂപയായെന്ന്. ഇപ്പം പിടികിട്ടിയോ? ഇതിന് രണ്ടിനും കൂടി കേട്ടോ. അപ്പോൾ ഇതിന് രണ്ടെന്ന് വെച്ചാൽ എന്താ? ഇതും കൂടി കൂട്ടുമ്പോൾ, ഈ ഇതും എന്ന് വെച്ചാൽ എന്താ? ചെരുപ്പിൻ്റെ വിലയായ എക്സും. നോക്കണേ കുഞ്ഞുങ്ങളെ, ചെരുപ്പിൻ്റെ വിലയായ എക്സും പിന്നെ ഏതാ? എക്സ് അധികം പിന്നെ ആരാ കുഞ്ഞുങ്ങളെ? ബാഗിൻ്റെ വിലയായ എക്സ് പ്ലസ് 300. ഇതൊക്കെ വന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര? 1100 രൂപ കിട്ടുമെന്ന്. ഇപ്പം മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് എളുപ്പമാവും നിങ്ങൾ കേട്ടോ. അതായത് എക്സും കൂടെ കൂട്ടുമ്പോൾ 2x ഇൻറ്റു ആയിരുന്നെങ്കിൽ അത് എക്സ് സ്ക്വയർ എന്നായിരുന്നു കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ? ചുമ്മാ ഞങ്ങൾക്ക് ഇപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. എക്സ് അധികം എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x കേട്ടോ. എന്നാൽ എക്സ് ഇൻറ്റു എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? എക്സ് സ്ക്വയർ കേട്ടോ. ചുമ്മാ ഞാനത് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കൂട്ടാനാണ് അല്ലേ, സമ്മാണ്. എത്ര രൂപയാണ്? അപ്പോൾ എക്സ് അധികം എക്സ് എന്താവും നിങ്ങളെ? 2x ആണ്. പ്ലസ് 300 ഈസ് ഈക്വൽ ടു 1100. സംശയമില്ലല്ലോ എങ്ങനെയാണ് വന്നത്? എക്സും 2x, ബാക്കി അതുപോലെ എഴുതിയുള്ളൂ. ഇനി നമുക്ക് വേരിയബിൾ ഏതാ വന്നതെന്ന് വെച്ചാൽ അതിനെ എടുക്കുക. ഏതാ? 2x ആണ് ഇവിടുത്തെ. 2x കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ വേരിയബിൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് 2x ആണ്. ഈക്വൽ കഴിഞ്ഞിട്ട് ഈക്വൽ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അതേ ഫസ്റ്റ് എഴുതാവും. ചിലർ കയറി 300 എഴുതി വെക്കും കുഞ്ഞുങ്ങൾ കേട്ടോ. കണ്ടതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെക്കരുത്. നമുക്ക് എപ്പോഴും എന്താ
ഈക്വല് കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അത് ഫസ്റ്റ് എഴുതുക. എത്ര? 1100 വന്നത്. ഇനി നോക്കിയേ, ഈ ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടന്ന് LHS കിടന്നതിനെ നമ്മൾ RHSലോട്ട് കൊണ്ടുവന്നു അല്ലേ. ഈക്വലിന് ഇപ്പുറത്ത് കിടന്നതിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പോസിറ്റീവ് 300 അങ്ങ് എന്തോ ആയിട്ട് മാറും കുഞ്ഞുങ്ങളെ? നെഗറ്റീവ് 300 മാറും. അതൊക്കെ ഓർത്തോണേ. ഇനി ഇതുവരെ പഠിച്ചില്ലെങ്കിൽ പോട്ടെ, ഇനി ആയാലും ഓർത്തോണം. നമ്മൾ ഇപ്പുറത്ത് കിടക്കുന്ന ഒരാളിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അയാളുടെ സൈൻ അങ്ങ് മാറും കേട്ടോ. ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ എത്ര ഇവിടെ? 2x = 1100 300 അങ്ങ് കുറയ്ക്കണം. 1100 300 പോയാൽ എത്ര കുഞ്ഞുങ്ങളെ? 0 0 8 3 അതായത് 9 10 11 3 പിന്നെ എത്ര? ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എത്ര കിട്ടി? 800. 2x ആണ് എത്ര കിട്ടിയത്? 800 കിട്ടിയത് അല്ലേ. അപ്പോൾ എക്സ് എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? ഇത് നോക്കിയേ, ഈക്വലിന് ഇപ്പുറത്തല്ലേ 2 കിടക്കുന്നത് അല്ലേ. 2 × x ആണ് 2x അല്ലേ. അപ്പോൾ അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്തോ ചെയ്യും? ഈ ഇൻറ്റു ആണോ ഡിവിഷൻ ആണോ എന്നെല്ലാവർക്കും ഡൗട്ടുണ്ട് കേട്ടോ. ഇതെന്തുവാ ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ ഇൻറ്റു ചെയ്യാനായതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും കേട്ടോ. ഓരോ കണക്ക് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി മനസ്സിലാവും. അപ്പോൾ എത്ര കിട്ടി? എക്സ് നമുക്ക് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? എക്സ് നമുക്ക് 400 കിട്ടി. എക്സ് നമുക്ക് എത്ര? എക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ചെരുപ്പിൻ്റെ വില അല്ലേ. ചെരുപ്പിൻ്റെ വില. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി നീട്ടി എഴുതിയതാ. ഇത്രയും എഴുതേണ്ട കാര്യമില്ല. ഇത് പിന്നെ ഇക്വേഷൻ രീതി വേറെ രീതിയിലും ഒക്കെ നമുക്ക് ചെയ്യാം അല്ലേ. പ്രൈസ് ഓഫ് ഇത് രണ്ടും കൂടി എഴുതുന്നതുകൊണ്ടാവും നിങ്ങളെ. മലയാളവും ഇംഗ്ലീഷും കൂടി എഴുതിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒത്തിരിയായിട്ട് തോന്നുന്നത്. എന്നാലും വേണ്ടിയില്ല, മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രൈസ് ഓഫ് ഷൂസ് അല്ലെങ്കിൽ സ്ലിപ്പേഴ്സിൻ്റെ വില എക്സ് ആയിരുന്നു. എക്സ് നമുക്ക് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 400 കിട്ടി. ഇനി എന്താ പറയുന്നത്? ബാഗിൻ്റെ വില ചെരുപ്പിൻ്റേതിനേക്കാൾ, ബാഗിൻ്റെ വില എന്ന് പറയുന്നത് എന്താ? ഇത് എന്താ കുഞ്ഞാൽ? ചെരുപ്പിനേക്കാൾ അല്ലേ. ബാഗിൻ്റെ ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 300 എന്ന് നമ്മൾ എഴുതിയായിരുന്നു അല്ലേ. എക്സ് നമുക്ക് കിട്ടി 400 400 + 300 എത്ര കുഞ്ഞുങ്ങളെ? 700. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടും കിട്ടി. 400ഉം 700. ഇപ്പോൾ മനസ്സിലായോ? മലയാളവും ഇംഗ്ലീഷും എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലേ കുഞ്ഞുങ്ങളെ? ഇതാ പ്രൈസ് ഓഫ് ബാഗ് എന്നാണ് ഇവിടെ കേട്ടോ. അപ്പോൾ മനസ്സിലായോ? അതായത് ചെരുപ്പിൻ്റെ ഇച്ചിരി സമയം എടുത്താലും വേണ്ടിയില്ല കുഞ്ഞുങ്ങളെ, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ചെരുപ്പിൻ്റെ വില എന്താ? പ്രിയ 1100 രൂപ കൊടുത്താണ് ബാഗും ചെരുപ്പും വാങ്ങിയത്. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ബാഗിൻ്റെ ചെരുപ്പിൻ്റെ വില എന്താണ്? ബാഗിൻ്റെ വില എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. കണ്ടോ? ചെരുപ്പിൻ്റെ വില 400 രൂപയും അതിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അപ്പോൾ 700 രൂപ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? മനസ്സിലായോ കുഞ്ഞുങ്ങളെ? അപ്പോൾ നോക്കിയോ കുഞ്ഞുങ്ങളെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദ ഡിഫറൻസ് ഈസ് എത്ര? 4 വരണം അല്ലേ. വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് 2 സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് 4ഉമാണ്. തുക എന്ന് വെച്ചാൽ സമ്മാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26. ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം 4ആണ്. പക്ഷെ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? 2 സംഖ്യകൾ, അതാണ് ഫസ്റ്റ്. നിങ്ങളുടെ 2 സംഖ്യകളുടെ തുക. പക്ഷെ ആ 2 സംഖ്യകൾ നമുക്ക് പേര് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? നമ്മളതിനെ ഒരു എന്താ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം നോക്കിക്കേ. ലെറ്റ് ദ നമ്പേഴ്സ് ഇവിടെ നമുക്ക് തരുന്നത് ലെറ്റ് ദ നമ്പേഴ്സ് ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് കൊടുക്കണം? ലെറ്റ് ദി നമ്പർ ഇവിടെ നമുക്ക് ഈ എക്സ് എന്നും അല്ലേ എക്സ് ആൻഡ് വൈ എന്ന് കൊടുക്കാം. എക്സ് എന്നും വൈ എന്നും. ഇനി അതല്ല, നിങ്ങൾക്ക് എ ആൻഡ് ബി എന്നോ അല്ലെങ്കിൽ എന്താ എം എൻ എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഏത് പേര് കൊടുത്താലും മതി. ഈ എക്സ് വൈ തന്നെ വേണമെന്നൊന്നുമില്ല. എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു പേര് കൊടുക്കാം. എക്സ് എന്നും വൈ എന്ന്. കാരണം 2 സംഖ്യകളുടെ തുക 26 ആണ് അല്ലേ. അപ്പം നമ്മൾ അതിന് എന്ത് പേര് കൊടുക്കണം? എക്സ് എന്നും വൈ എന്നും കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ, കാരണം ഏതാണെന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി 2 സംഖ്യകളുടെ തുക 26 ആണ്. ഈ 2 സംഖ്യകളുടെ തുക അല്ലെ സം എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? ഈ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതിൻ്റെയും തുക അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് എത്ര കുഞ്ഞുങ്ങളെ? 26 ആണ്. ഓക്കെ ആണോ? ഇനി അവർ പറഞ്ഞു നോക്കിക്കേ, ഇവയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് കേൾക്കുമ്പോഴേ ഓർത്തണേ കുഞ്ഞുങ്ങളെ, അത് മൈനസ് ആണ് കേട്ടോ. അപ്പോൾ ഈ സംഖ്യകൾ തങ്ങളിൽ ഡിഫറൻസ് അല്ലെങ്കിൽ എപ്പോഴും ഓർത്തോണേ, വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? കുറയ്ക്കുകയാണ്. കുറയ്ക്കുമ്പോൾ 4ഉം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആക്കിയും ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 ആക്കിയും എഴുതിക്കോ.
മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾ? ഇവിടെ നമുക്ക് സംഖ്യ തന്നിട്ടില്ല. 2 സംഖ്യകളുടെ തുക, ദ സം ഓഫ് 2 നമ്പർ. സംഖ്യകൾ തരാത്തത് കൊണ്ട് അവയ്ക്ക് നമ്മൾ എക്സ് എന്നും വൈ എന്നും പേരിട്ടു. ഓക്കെ ആണോ? ഇനി ആ 2 സംഖ്യകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ 26 കിട്ടും. അതായത് എക്സും വൈയും കൂടി കൂട്ടുമ്പോൾ 26 കിട്ടും. ഇനി ആ സംഖ്യ കുറയ്ക്കുമ്പോൾ 4 കിട്ടും. ഇതിനൊക്കെയാണോ? ഇതിനൊരു സംശയമില്ലല്ലോ, ഉണ്ടോ നിങ്ങളെ? ഇവ നോക്കിക്കേ. ഇനി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ? അതായത് ഇവ തങ്ങളിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, കൂട്ടാനാണോ കുറയ്ക്കാനാണോ ഇല്ലയോ, അങ്ങനെ ഒരു ഡൗട്ട് വരുമായിരിക്കും കേട്ടോ. നോക്കിക്കേ, ഡിഫറൻറ്റ് സൈനാവും നിങ്ങളെ ഇവിടെ വന്നേക്കും. നോക്കിക്കേ, ഒരേ വേരിയബിളിന് ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നാമത്തെ പാർട്ടിലൊക്കെ പഠിച്ചതാണ്, ഒരേ വേരിയബിളിന് ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ അതങ്ങ് വെട്ടിപ്പോവും. അതായത് 0 ആയിട്ട് മാറുമെന്ന്. ഇപ്പം പിടി കിട്ടിയോ? അപ്പം നമുക്ക് അങ്ങോട്ട് മാറ്റി എഴുതാം. നോക്കൂ നിങ്ങളെ, എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 26, എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു 4 മനസ്സിലായോ? ഇവയുടെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. ഇത് കൂട്ടി നോക്കണം കേട്ടോ. കൂട്ടി നോക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി ഞാൻ പറയാം. നമ്മൾ പറഞ്ഞില്ലേ ഒരേ വേരിയബിൾ, ഇത് നോക്കിയാൽ ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. കാരണം എന്താ, സൈൻ ഒന്നും തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പോസിറ്റീവാണെന്നാണ് കേട്ടോ. ഇനി നോക്കിക്കേ, ഇത് നോക്കിയേ, വൈയും ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട, അവ തങ്ങളിൽ ചെയ്താൽ 0 വരത്തുള്ളൂ. അപ്പോൾ അവിടെ 0 എന്ന് എഴുതേണ്ട കാര്യമില്ല. ഇപ്പം പിടികിട്ടിയോ? ഇതുപോലെ നമ്മുടെ ഈ പാഠത്തിനകത്തിലെ എല്ലാ കണക്കുകളും ഇത് തന്നെയാണ് കേട്ടോ. ഡിഫറൻറ്റ് ഒരേ വേരിയബിൾ എന്ന് വെച്ചാൽ നോക്ക്, വൈ ഒരേ വേരിയബിൾ അല്ലേ, അതിന് ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ 0 ആണ് കുഞ്ഞുങ്ങളെ. നമ്മൾ ചെയ്യുന്ന എല്ലാ കണക്കിനകത്തിലെ ഒരെണ്ണം ഇങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ എന്താ, അത് 0 ആയിട്ട് അങ്ങ് മാറും. എന്നിട്ട് ഒരേപോലുള്ളതിനെയൊക്കെ എക്സും എത്ര കുഞ്ഞുങ്ങളെ 2x ആണ്. എക്സ് 2x മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ. ഈസിക്കൽ ടു 26 4 30. ഇപ്പം പിടി കിട്ടിയോ? അപ്പോൾ 2x 30 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് ഈസിക്കൽ ടു 30 ഡിവൈഡ് 2 ഈസിക്കൽ ടു 15. അപ്പം നമുക്ക് എക്സ് കിട്ടി കുഞ്ഞുങ്ങളെ. എക്സ് എത്ര? 15. നമ്മൾ എന്താ പറഞ്ഞത്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 26 ആണെന്ന് നമ്മൾ പറഞ്ഞു. മേളിൽ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 26 ആണല്ലോ. അപ്പം നമുക്ക് എക്സ് എന്താന്ന് കിട്ടിയല്ലോ. എത്ര കുഞ്ഞുങ്ങളെ? 15 പ്ലസ് വൈ ഈസിക്കൽ ടു 26. എഴുതിക്കൂടായോ? ഓക്കെ. ഇനി നമ്മൾ എന്ത് വേരിയബിളിനെ ഇനി ഫസ്റ്റിലെടുത്തു. നമ്മൾ മുമ്പ് പറഞ്ഞു വേരിയബിളിനെ ഇത് വൈയുടെ വില എന്താണെന്ന് കാണാനാ. വൈ ഈസിക്കൽ ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അത് ഫസ്റ്റിൽ എഴുതുക. പിന്നെ ഇനി എന്തോ ഇതിനകത്തിൽ എഴുതാനുള്ളത്, ഒരു 15 ഉണ്ട്. ഈ 15 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. എന്താ ഈ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സൈൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് പോസിറ്റീവ് ആവും നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിനെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -15 ആയിട്ട് മാറും. ഓക്കെ ആണോ? അപ്പം വൈ ഈസിക്കൽ ടു എത്ര വരും കുഞ്ഞുങ്ങളെ? 26 15 പോയാൽ എത്ര വരും? 11 വരും. എത്ര കുഞ്ഞുങ്ങളെ? 11 വരും. അപ്പം നമുക്ക് വൈ കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പം നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. അപ്പം നമ്മുടെ ചോദ്യം എന്താ? 2 സംഖ്യകളുടെ തുക, നമുക്ക് കിട്ടിയ സംഖ്യകളുടെ തുക നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കിയേ. 15ഉം 11ഉമാണ് കിട്ടിയത്. രണ്ടും കൂടി കൂട്ടിയപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 26 കിട്ടി അല്ലേ? 2 സംഖ്യകളുടെ തുക 26ഉം അവ തങ്ങളുടെ വ്യത്യാസം നോക്കൂ കുഞ്ഞുങ്ങളെ. 15 - 11 എത്രയാ? 4 അവ തങ്ങളിൽ ആ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. അപ്പം നമ്മുടെ ആൻസർ ആ എക്സ് 15ഉം വൈ 11ഉമാണ്. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. തെറ്റുന്ന എല്ലാവർക്കും തന്നെ ഇവിടാണ്. ഈ ഒരു ക്ലൂ കാണാതെ അങ്ങ് പഠിച്ചോ. കാരണം ഈ ചാപ്റ്ററിനകത്ത് ഇതാ ഡിഫറൻറ്റ് സൈൻ വന്നാൽ വെട്ടിക്കളയാ 0. അപ്പോൾ പിന്നെ ഒരേപോലെയുള്ളതിനെ കൂട്ടി എഴുതുക കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ, അടുത്ത നമുക്ക് ചെയ്യാം. അപ്പം നോക്കിയോ നിങ്ങളെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ അല്ലേ, ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്. വല്ല മനസ്സിലായോ? അതായത് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് വെച്ചാൽ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്. പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവ്, അതറിയാമല്ലോ. ഇതിൻ്റെ ചുറ്റളവ് എത്ര നോക്കുകയോ നിങ്ങളെ? 40 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ തന്നു. ഒരു വശം മറ്റേ വശത്തിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വശങ്ങളുടെ നീളം എങ്ങനെ കണക്കാക്കും? നമ്മളോട് എന്താ ചോദിച്ചത്? നല്ലതുപോലെ മനസ്സിലാക്കണേ നിങ്ങൾ.
ഓരോ ചോദ്യങ്ങളും എളുപ്പമാണെന്ന് ഞാൻ പറയുന്നതിലും നിങ്ങളിത് ആദ്യമായിട്ട് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര എളുപ്പമായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നോക്കിക്കേ, നമ്മളോട് ചോദ്യം ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്. ഈ ചതുരം വരയ്ക്കാൻ നമുക്കെല്ലാം അറിയാമല്ലോ അല്ലേ? നമ്മുടെ ബ്ലാക്ക് ബോർഡ്, നമ്മുടെ ബോർഡും അല്ലേ, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സും ഒക്കെ എന്താ ചതുരങ്ങളാണ് അല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ നിങ്ങളെ. ഇവിടെ ഈ സൈഡ് ഇപ്പം എത്രയാണെന്ന് 8 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 8 ആയിരിക്കും, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആയിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ചതുരത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ചുറ്റളവ്, ചുറ്റുമുള്ള അളവ് അല്ലേ. ചുറ്റും പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്ര ഇങ്ങനെയുള്ള ഈ ചുറ്റുമുള്ള അളവാണ് അല്ലേ. അപ്പോൾ അത് എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് 40 തന്നിട്ടുണ്ട്. ഒരു വശം മറ്റേ വശത്തേക്കാൾ, ഒരു വശം എന്നുദ്ദേശിക്കുന്നത് നമുക്ക് ഇതങ്ങെടുക്കാം. നോക്കിക്കേ, ഈ വശം എത്രയാണെന്ന് അറിയത്തില്ല, നമ്മളതിനെ എക്സ് എന്ന പേര് കൊടുത്തു. കാരണം എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അറിയാൻ വയ്യാത്തതിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. എന്താ അടുത്ത വശം എന്താ? ഇത് 8 സെൻറ്റിമീറ്റർ അല്ലേ? കൂടുതലായിരിക്കും. ഇതിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ നീളമാണെങ്കിൽ ഇത് വീതി അല്ലേ. നീളം നോക്കിയാൽ നീളമായപ്പോഴും വലുത് അല്ലേ. അപ്പോൾ നമുക്ക് അതങ്ങനെ കാണാതെ പഠിക്കുകയല്ല, മനസ്സിലാക്കാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ഇതിനേക്കാൾ 8 കൂടുതലാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ ആണോ? അതത്രയും. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40. ഒരു വശം എന്ന് പറയുന്നതിന് എക്സ് എന്ന് കൊടുത്തു. പിന്നെ മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ അറിയാൻ വയ്യാത്തതിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഏതോ ഒരു വശം ആയിക്കോട്ടെ കേട്ടോ. ഇവിടോ കേട്ടോ, ഇതിനേക്കാൾ എന്താ 8 സെൻറ്റിമീറ്ററും കൂടെ അടുത്ത വശം കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കേട്ടോ. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്, ഇതൊക്കെ അറിയാമല്ലോ. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനിയും പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്കറിയാം ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലേ, അല്ലെങ്കിൽ എന്താ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. എന്താ നിങ്ങളെ? പെരിമീറ്റർ ഓഫ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. അതായത് എന്താ? ചതുരത്തിൻ്റെ ചുറ്റളവ്. മലയാളത്തിൽ എന്താ പറയും? ചതുരത്തിൻ്റെ ചുറ്റളവ്. ആദ്യം എന്താ ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ 4ാം ക്ലാസ് മുതൽ പഠിക്കുന്ന എന്താ കുഞ്ഞുങ്ങളെ? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളിലെ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × L+B ആണ് കേട്ടോ. എല്ലും ബി സ്മാൾ ലെറ്റർ എഴുതിയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലും ബി ഒന്ന് അറിയാൻ വേണ്ടി. എല്ല് മീൻസ് ലെങ്തും ബി മീൻസ് ബ്രെഡ്ത്തും. ബ്രെഡ്ത്ത് എന്നൊക്കെ വെച്ചാൽ വീതിയാണ് കേട്ടോ. മനസ്സിലായോ? ഇനി 2 × 2 അതുപോലെ തന്നെ അങ്ങ് എഴുതണേ. ലെങ്ത് എത്ര കുഞ്ഞുങ്ങളെ നമുക്ക് തന്നത്? x+8 ആണ് ലെങ്ത് കേട്ടോ. അതാണ്ട് ഇത് ലെങ്ത്. അപ്പോൾ ബി എത്ര ആയിരുന്നു? ബി എക്സ് ആണ് അല്ലേ. ബി ഇത് ആരോ മാർക്ക് കണ്ടോ? എന്നല്ല നമ്മൾ പറഞ്ഞ പോലെ മൊത്തവും വരെയുള്ളൂന്നല്ല. ഇപ്പം പിടികിട്ടിയോ നിങ്ങളെ? ചതുരത്തിൻ്റെ ചുറ്റളവാണ് നമുക്ക് എന്താ 2 × L+B. എല്ല് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ ഇനി നമ്മൾ എങ്ങനെ എഴുതാം? 2 × അല്ലേ, നമുക്ക് എന്താണെന്ന് അറിയില്ല. എക്സും എത്ര ആവും നിങ്ങളെ? 2x അല്ലേ 2x + 8. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ? ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് 40 ആണെന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ. ചതുരത്തിൻ്റെ ചുറ്റളവ് 40 ആണ്. അപ്പോൾ ആ 40 നമ്മളങ്ങ് എഴുതിക്കോ. ഇനി അതിന് കേട്ടോ, ചതുരത്തിൻ്റെ നമ്മളിങ്ങനെ ചെയ്ത് ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ അഥവാ മനസ്സിലാവാത്തതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങളെ. ഓക്കെ ആണോ? അപ്പം നമ്മൾ എന്താ എഴുതണം? ഇനി നമ്മൾ എങ്ങനെ എഴുതുന്നത് നോക്കിയോ നിങ്ങളെ? 2x. ഇനി നോക്കിയേ, വേരിയബിൾ ഇവിടുത്തെ നോക്കിക്കേ, ഇത് ബ്രാക്കറ്റിൽ അങ്ങാക്കണേ. ഇനി നമ്മൾ എന്താ എഴുതണം? 2x + 8 നോക്കണേ. 2x + 8 = കഴിഞ്ഞിട്ട് 40. ഈ രണ്ടിനെ ഉണ്ടല്ലോ ഇനി ഇപ്പുറത്ത് കൊണ്ടുവരണം കേട്ടോ. /2. അപ്പോൾ എത്ര വരും? 2. ഇത്രയും എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും അങ്ങ് ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 2x + 8 = 20 വരും. ഓക്കെ ആണോ നിങ്ങളെ? 20 അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 2x വേരിയബിൾ ഏതെന്ന് വെച്ചാൽ അതല്ലേ കണ്ടുപിടിക്കണ്ടേ. 2x ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അതേ -8 അല്ലേ. 2x എത്ര? 20 നിന്ന് 8 പോയാൽ 12 ആണല്ലേ. അപ്പോൾ x 12/2 = 6. 6 2 അല്ലേ 12, 6. ഇപ്പോൾ പിടി കിട്ടിയോ?
അപ്പോൾ നമുക്ക് എക്സ് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? എക്സ് എന്ന് പറയുന്നതാണ്ട് ഇവിടെ ഈ എക്സ് എത്ര കിട്ടി? 6 കിട്ടി. എന്തെങ്കിലും സംശയമുണ്ടോ? ഇത് ഇത്രയും എഴുതേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നത്തില്ലേ? നിങ്ങൾക്ക് ഒറ്റയടിക്ക് എളുപ്പം ചെയ്യാവുന്നവർക്ക് ഇവിടെ 2 or 3 സ്റ്റെപ്പിൽ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇവിടെ കൊണ്ടൊക്കെ നിർത്താം. ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് നീട്ടി എഴുതുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ വേണേൽ 2-3 സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷെ നിങ്ങൾക്കിത് എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയാവും നിങ്ങൾ ഞാൻ ഇത്രയും ഇതായിട്ട് എഴുതി കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി എത്രയാ? 6 കിട്ടി അല്ലേ? പിന്നെ എൻ്റെ കൂടെ എന്താ അതിനേക്കാൾ മറ്റേ വശമല്ലേ x+8. എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 6 കിട്ടി. ഇനി എന്താ അതിൻ്റെ കൂടെ 8 കൂടുതലല്ലേ? ഇവിടെ അതിൻ്റെ കൂടെ 8 കൂടുതലാണെന്നല്ലേ? അപ്പോൾ x+8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 6 + 8 എത്ര? 14 സെൻറ്റിമീറ്ററാണ് അടുത്ത സൈഡ്. ഇപ്പം കിട്ടിയ ഒരു സൈഡ് നമുക്ക് 6 കിട്ടി. അതായത് വേണമെങ്കിൽ എഴുതിക്കോ, ഇത് ബ്രെഡ്ത്ത് എന്ന് എഴുതിക്കോ, ഇത് ലെങ്ത് എന്നും എഴുതിക്കോ കേട്ടോ. ലെങ്ത് അതായത് ഇത് നമ്മളിവിടെ നിന്ന് വരച്ച് കാണിച്ചാൽ നീളം x+8ഉം വീതി എക്സുമാണെന്ന് നമ്മൾ പറഞ്ഞതെങ്കിൽ എന്താ ഈ എക്സ് എന്നുള്ളിടത്ത് 6 + 8ഉമായി ഇവിടെ 6ഉമായി, അതായത് 14 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമായി. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലായോ നിങ്ങളെ? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ഒരെണ്ണം കൂടെ ചെയ്യാം കുഞ്ഞുങ്ങളെ. നമ്മൾക്ക് ഇതിനകത്ത് നോക്കിക്കേ. എ വയർ 3.5 meter long ഈസ് ടു ബി കട്ട് ഇൻറ്റു 2 pieces. With one piece bend into a square. ഒന്ന് എന്താക്കുക? സ്ക്വയർ. ആൻഡ് ദ അതർ ഇൻറ്റു എ equilateral triangle. The length of the side of both must be the same. ഹൗ ഷുഡ് ബി ദ വയർ ബി കട്ട്? ചോദ്യം കേൾക്കുമ്പോൾ എന്തൊക്കെയോ അതാ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഒരു 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി എടുക്കുക. കമ്പി ഉണ്ടല്ലോ, നമുക്ക് കമ്പിയോ വയറെന്നോ കേട്ടോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അതിൻ്റെ നീളം കേട്ടോണേ 3.5 മീറ്ററാണ്. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ. 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി നമ്മൾ 2 കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിക്കണം. 2 കഷ്ണങ്ങളായിട്ട് അങ്ങ് കട്ട് ചെയ്യണം. ഒരു കഷ്ണം നമ്മൾ എന്ത് ചെയ്യണം? നോക്കണേ കുഞ്ഞുങ്ങളെ. ഒരു കഷ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? ചതുരാകൃതിയിൽ എടുക്കുക. ചതുരം എന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ചതുരാകൃതിയിൽ എടുക്കുക. പിന്നോ സ്ക്വയർ. ചതുരം അല്ല, സ്ക്വയർ ആണ് കേട്ടോ. സ്ക്വയർ എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 4 സൈഡും ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചതുരം എന്നല്ല, എന്ത് ചെയ്യും? ഇവിടെ 2 കഷ്ണങ്ങളായി മുറിക്കണം. ഒരു കഷ്ണം ചതുരാകൃതിയിലും, സമചതുരമാട്ടോ, ചതുരമല്ല, സമചതുരാകൃതിയിലും. മറ്റൊന്ന് എന്താ? സമഭുജ ത്രികോണം. ത്രികോണം എന്ന് വെച്ചാൽ എന്താ? 3 സൈഡും ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 3, ഇവിടെയും 3. അതറിയാമല്ലോ. ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. നമ്മൾ 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി എടുത്തിട്ട് അത് മുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് നമ്മൾ സ്ക്വയർ, 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചതിനെ ഒന്ന് ഡബിൾ സ്ക്വയർ അല്ലേ? സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4, ഇവിടെയും 4, ഇവിടെയും 4 എന്ന് വെച്ചാൽ 4 വശങ്ങളും ഒരുപോലെ ആവണം കേട്ടോ. ഇനി ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? അതിൻ്റെ 3 വശങ്ങളും ഒരേപോലെ ആവണം. ഇപ്പോൾ പിടികിട്ടിയോ? ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ബോത്ത് മസ്റ്റ് ബി സെയിം. ഹൗ ഷുഡ് ബി വയർ? അങ്ങനെയാണെങ്കിൽ എന്താ? 2ൻ്റെയും വശങ്ങളുടെ നീളം എപ്പോഴും ഒന്നായിരിക്കണം. വയർ നമ്മൾ എങ്ങനെ മുറിക്കണമെന്നാ വല്ലോ മനസ്സിലായോ? അതായത് 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ച് നമ്മൾ സ്ക്വയറും ഈക്വലേറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കണമെന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കിയേ, സ്ക്വയർ ആദ്യമേ നമുക്ക് എന്താ പറഞ്ഞത്? സ്ക്വയർ ആണല്ലേ? സ്ക്വയർ കമ്പി എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കൂ നിങ്ങളെ. ഇതിന് പറയുന്നത് എന്താ? പെരിമീറ്റർ എന്നല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നീളമുള്ളൊരു കമ്പി മുറിച്ച് എന്താ, ഇവിടെ ഒരു കമ്പിയില്ലേ? ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഒരു നൂലായിക്കോട്ടെ കുഞ്ഞെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നൂലോ കമ്പിയോ വയറോ എന്തോ ആയിക്കോട്ടെ. അത് ഇപ്പം നീളത്തിൽ ഇങ്ങനെ ഇരുന്നൊരു സാധനമാണ്. 3.5 മീറ്ററിനെ നമ്മൾ അതിനെ 2ആയിട്ട് മുറിച്ചിട്ട് ഫസ്റ്റ് എന്തോ ചെയ്തു? നീളത്തിലെടുത്തിട്ട് ഈ നീളമുള്ള സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ചുറ്റി ഇങ്ങനെ സ്ക്വയർ ആക്കി മാറ്റി. അത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ? ഇനി അത് എന്താ നോക്കിയേ. അപ്പം നമ്മൾ ഇതെന്താ? പെരിമീറ്റർ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവ്, ചുറ്റളവെന്നാണ് കേട്ടോ. ചുറ്റുമുള്ള അളവാകും നിങ്ങളെ കേട്ടോ. ചുറ്റളവ് അല്ലേ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമേ എന്ത് ചെയ്യണം? പെരിമീറ്റർ ഓഫ് സ്ക്വയർ. എന്താ നിങ്ങളെ? പെരിമീറ്റർ ഓഫ് സ്ക്വയർ. അതായത് ഒരു സമചതുരത്തിൻ്റെ സമചതുരത്തിൻ്റെ എന്താ കുഞ്ഞുങ്ങളെ? ചുറ്റളവ് കാണുക കേട്ടോ. ഇനി ഞാൻ എഴുതണോ? ചുറ്റളവ് എന്തിൻ്റെയാ? സമചതുരത്തിൻ്റെയാണ് കേട്ടോ. സമചതുരത്തിൻ്റെ അല്ലേ? എന്തോ സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്താ കുഞ്ഞുങ്ങളെ? 4 സൈഡാണ് കേട്ടോ. 4 സൈഡാണ്. അപ്പോൾ നമ്മളിതെന്താ? പെരിമീറ്റർ ഓഫ് എന്താ കുഞ്ഞുങ്ങളെ?
പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. ഇതെന്താ? ട്രയാങ്കിൾ അല്ലേ? ട്രൈ ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? ത്രികോണത്തിൻ്റെ ചുറ്റളവ്. മനസ്സിലാവുന്നുണ്ടോ? ചുറ്റളവ് എന്താ? 3 ഇൻറ്റു സൈഡാണ്. ഇപ്പോൾ പടി കിട്ടിയോ? സമചതുരത്തിൻ്റെ ആണെങ്കിൽ 4 ഇൻറ്റു സൈഡും ത്രികോണത്തിൻ്റെ ആണെങ്കിൽ 3 ഇൻറ്റു സൈഡ്. നമുക്ക് ചെയ്തുകൂടായോ നിങ്ങളെ? ഇവിടെ നമ്മൾ എന്താ, സൈഡിന് നമുക്ക് പേര് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എക്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം പേരൊന്നും ഇതിന് എത്ര നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്താ, എക്സ് എന്നാണ് പറയുന്നത്. ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെ എക്സ്. കാരണം എല്ലായിടും എന്തുകൊണ്ടാകും നിങ്ങൾ ഇവിടെ എക്സ് എന്ന് വന്നത്? ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെ ഇല്ല. എങ്ങനെ എഴുതേണ്ട കാര്യമില്ല, ഞാനൊന്ന് കാണിച്ചത്. കാരണം ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുണ്ടായോ? ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3. കാരണം അല്ലെ എന്താ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ 4 വശവും ഒരേ അളവായിരിക്കും. നമ്മൾ പറഞ്ഞതാ കേട്ടോ. അപ്പോൾ 4 ഇൻറ്റു എങ്ങനെ പറയാം? 4 ഇൻറ്റു എക്സ് എന്ന് പറയാം. 4 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ എന്താ? 4x കേട്ടോ. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു സൈഡ് എന്ന് വെച്ചാൽ 3 ഇൻറ്റു എക്സ് എന്ന് പറയാം അല്ലേ? അപ്പോൾ എന്താ? 3x. ഇതിനെന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി അവർ പറഞ്ഞ എന്താണെന്നറിയോ? രണ്ടിൻ്റെയും വശങ്ങളുടെ നീളം ഒന്നായിരിക്കണം കേട്ടോ. ചതുരാകൃതി ഇതിൻ്റെ രണ്ടിൻ്റെയും വശങ്ങൾ ഒന്നായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞതാ. അങ്ങനെ എന്ന് വെച്ചാൽ 3.5 മീറ്റർ നീളമുള്ള ഒരു വയറിനെ മുറിച്ചല്ലേ കുഞ്ഞുങ്ങളെ ഇങ്ങനെയാക്കിയത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഈ 4x എന്ന് പറയുന്നത് അധികം 3x എന്ന് പറയുന്നതും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരണമെന്നാ? 3.5 മീറ്റർ വരണമെന്ന്. 3.5 നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. 3.5 എന്ന് വെച്ചാൽ 3.5. അതറിയാമോ നിങ്ങളെ? അരയ്ക്ക് 1/2 എന്നും എഴുതാം, 0.5 എന്നും എഴുതാം കേട്ടോ. ഇനി ഇങ്ങനെ എഴുതിയോണ്ട് ഇങ്ങനെയാണോ എന്നൊന്നും സംശയം വേണ്ട. മനസ്സിലായോ? അതായത് 4x വന്നതിന് സംശയമൊന്നുമില്ലല്ലോ. ഈ സ്ക്വയറിൻ്റെ 4 സ്ക്വയർ ആയതുകൊണ്ട് 4, ട്രയാങ്കിൾ ഉണ്ട് 3 കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇത് മുറിച്ചല്ലേ 3.5 മീറ്റർ നീളമുള്ള ഒരു വയറിനെ മുറിച്ചപ്പോഴല്ലേ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആക്കിയത്. അതായത് 4x + 3 = 3.5 മീറ്റർ അല്ലേ? ഈ 4x ഉം 3x കൂടെ കൂട്ടിയ എത്ര കുഞ്ഞുങ്ങളെ? 7x ആണ് അല്ലേ? 7x = എന്താ? ഈ 3.5 മീറ്റർ എന്ന് വെച്ചാൽ നമുക്കൊരു എളുപ്പവഴിയുണ്ട് കേട്ടോ. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3.5 മീറ്റർ എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? 350 സെൻറ്റിമീറ്റർ ആണ്. അതുകൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3.5 എന്ന് പറയുന്നത് 350. കാരണം പോയിന്റ് ഇട്ട് ചെയ്യുമ്പോൾ തെറ്റണ്ട. 3.5 സെൻറ്റിമീറ്റർ 350 സെൻറ്റിമീറ്റർ. അപ്പോൾ x = 350 ഡിവൈഡ് ഈ 7 ഇപ്പുറത്ത് വരുമ്പോൾ 7 എത്ര? 5 7 35. 5 7 35 പിന്നെ ഒരു 50 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഇടയ്ക്ക് വന്നത് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഇതൊന്നും ആൻസറിൽ എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ എഴുതി വെക്കുന്നത് കേട്ടോ. കാരണം പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ, അതുകൊണ്ടാവും നിങ്ങൾ കേട്ടോ. 50 സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് സ്ക്വയറിൻ്റെ കിട്ടി 50 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ അതുപോലെ ചെയ്യാം നിങ്ങൾ. ട്രയാങ്കിളിൻ്റെ എങ്ങനെ എഴുതും? നമുക്ക് 50 സെൻറ്റിമീറ്റർ കിട്ടി. 50 സെൻറ്റിമീറ്ററിനെ നമുക്ക് എന്താ? 1/2 മീറ്റർ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. മനസ്സിലായോ? 50 സെൻറ്റിമീറ്റർ നമുക്ക് 1/2 മീറ്റർ എന്നും പറയാം. ഇനി നമ്മൾ നോക്കിക്കോ, ഓരോന്നിൻ്റെ എടുക്കാം നിങ്ങളെ. സ്ക്വയറിന് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സ്ക്വയറിൻ്റെ 4x ആയിരുന്നു അല്ലേ? സ്ക്വയറിന് 4x ആണെങ്കിൽ എക്സിൻ്റെ വില നമുക്ക് കിട്ടി എത്ര? 4 × 50. 4 × 50. ഈ 50നെ നമുക്ക് എന്താ? 4 × 1/2 വെച്ച് ചെയ്താലേ, നമ്മൾ ഈ 50 എന്ന് പറഞ്ഞെങ്കിലും 1/2 വെച്ച് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ചെയ്യാം. എന്താണെന്നറിയോ? ഇപ്പോൾ 4 × 1 4 ആവും നിങ്ങളെ. 4/2 = 2 എന്താ? 2 മീറ്റർ കേട്ടോ. 2 മീറ്റർ. അതായത് ഇതെങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാമേ. ഇപ്പം നോക്കണേ, അടുത്ത സ്ക്വയർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിളിന് നമ്മൾ എത്ര ആയിരുന്നു? 3x ആയിരുന്നു അല്ലേ? ഇതിന് സംശയമൊന്നും ഇല്ലല്ലോ. 3x-നും 4x-നും സ്ക്വയർ ആയതുകൊണ്ട് 4, ട്രയാങ്കിൾ ആയതുകൊണ്ട് 3. അതിന് ഈ 7.5ക്ക് സംശയമൊന്നും ഇല്ലല്ലോ കുഞ്ഞുങ്ങളെ. കാരണം 3x-ഉം 4x കൂടെ കൂട്ടുമ്പം അത് രണ്ടും കൂടെ 3.5 നമ്മുടെ ഓൾറെഡി ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. 3x-ഉം 4x കൊടുക്കുന്നത് 7x. നമ്മൾ ഈ പോയിന്റിനെ മാറ്റി എന്താക്കി? മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കേട്ടോ. കാരണം പോയിന്റ് വരുമ്പം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് എന്താ നമ്മൾ 3.5 മീറ്ററിനെ 350 സെൻറ്റിമീറ്റർ ആക്കി ചെയ്തപ്പോൾ 50 സെൻറ്റിമീറ്റർ കിട്ടി. ഈ 50 സെൻറ്റിമീറ്ററിനെ നമ്മൾ 1/2 മീറ്റർ എന്നും പറയാം അല്ലേ? പറഞ്ഞുകൂടായോ? ഇനി 4x എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 4 × 50 വെച്ചും ചെയ്യാം കേട്ടോ. എന്നാൽ 200 വരും. 200 എന്താ? സെൻറ്റിമീറ്റർ അപ്പം അല്ലേ?
മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇങ്ങനെ ചെയ്താലും എന്താ 200 എന്ത് വരും? സെൻറ്റിമീറ്റർ എന്ന് വരും. 200 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാലും 2 മീറ്റർ അല്ലേ? ഇനി അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ പിടികിട്ടിയോ? 3x എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 3 × 50 അല്ലേ? 3 × 50 എത്ര? 150 ആണ് അല്ലേ? 150 എന്ന് വെച്ചാൽ എന്താ? 1 മീറ്ററും 50 സെൻറ്റിമീറ്ററുമാണ് അല്ലേ? അതിനെ അല്ലാതെ നമുക്ക് എന്താ 3 പിന്നെ 3 അരയല്ലേ? 1/2. അപ്പോൾ എങ്ങനെ വരും? 3/2. 3/2 എന്ന് പറഞ്ഞാലും എന്താണ്? 1.5 മീറ്റർ. 1.5 മീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്ററും 5 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ. ഇത് എഴുതാം. നിങ്ങൾക്ക് എളുപ്പം ഏതാണെന്ന് വെച്ചാൽ ആ രീതി പറഞ്ഞാൽ രണ്ടും പറഞ്ഞതേ ഉള്ളൂ. ഏതെങ്കിലും ഓരോന്ന് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ കണ്ട് തലവരിക്കട്ടോ നിങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യാൻ എളുപ്പം നിങ്ങൾക്ക് ഏതാണോ ആ രീതിയിൽ ചെയ്ത് പഠിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഞാൻ പറയാം, കണക്ക് നമ്മൾ ആരോ ആയിക്കോട്ടെ, ഞാനോ സ്കൂളിൽ ടീച്ചറോ ട്യൂഷൻ ടീച്ചറോ പിന്നെ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ വേറെ കണ്ട് പഠിക്കുമോ, നമുക്കൊരു കണക്ക് ആരെങ്കിലും ചെയ്തു തരുമ്പോൾ എല്ലാം എളുപ്പമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരും പറഞ്ഞു തരുന്ന എളുപ്പമാണ്. ഇതെടുത്ത് ഇപ്പുറത്തോട്ട് വെക്ക്, അതെടുത്ത് അപ്പുറത്തോട്ട് വെക്ക് അല്ലേ? നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഓ ഇതായിരുന്നോ അല്ലേ എന്നൊക്കെ ഒരു തോന്നൽ വരും. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. എൻ്റെ പൊന്നുമക്കൾ കണക്കുകളെല്ലാം ചെയ്തു പഠിച്ചെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കണക്ക് മറ്റ് വിഷയങ്ങൾ പോലെയല്ല. എന്നാ ചോദിക്കും, മറ്റ് വിഷയങ്ങൾ എഴുതി തന്നെ പഠിക്കണം, കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവായിരിക്കും. പക്ഷെ കണക്ക് അതുപോലെയല്ല, എന്താ എഴുതി തന്നെ പഠിക്കണം കേട്ടോ. അപ്പം ഞാൻ 3ാമത്തെ പാർട്ടാണ് ഇപ്പോൾ ഈ പാഠത്തിൽ ഇടുന്നത്. നല്ലതുപോലെ ചെയ്ത് തന്നെ പഠിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു. നിങ്ങൾ കമൻറ്റും പിന്നെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കേട്ടോ. കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് വിടല്ലേ, അതും കൂടി വേണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.